കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ പൂർത്തിയാവുകയാണ്. 8ാം പ്രതി ദിലീപിന്റേതുൾപ്പെടെയുള്ള പ്രതിഭാഗം വാദം പൂർത്തിയായിരിക്കുന്നു. പ്രോസിക്യൂഷൻ വാദം കൂടി പൂർത്തിയായാൽ കേസ് വിധി പറയാൻ മാറ്റും. പൾസ് സുനി റിപ്പോർട്ടിനോട് നടത്തിയ വെളിപ്പെടുത്തൽ പ്രധാന തെളിവാകാൻ സാധ്യതയുണ്ട്. ദൃശ്യങ്ങൾ കോടതിയിൽ ഹാജരാക്കാനാണ് നീക്കം. അന്വേഷണ സംഘം നിയമോപദേശം തേടിയിരിക്കുകയാണ്. റോഷിപാൽ വിവരങ്ങളുമായി. റോഷിപാൽ, വിചാരണ അവസാനിക്കാനിരിക്കുന്നു. അതിനൊപ്പം തന്നെ പൾസർ റോഷിപാലിന് നൽകിയ അഭിമുഖം, അതിന്റെ ദൃശ്യങ്ങൾ കോടതിയിൽ ഹാജരാക്കാൻ കൂടി അന്വേഷണ സംഘം നീങ്ങുകയാണോ? എന്താണ് അറിയാനാകുന്നത്? സ്മൃതി, നടിയാക്രമിച്ച കേസിലെ അന്തിമവാദമാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രതി ദിലീപ്, 8ാം പ്രതിയായ ദിലീപിന്റെ വാദം പൂർത്തിയായി. ഇനി പ്രോസിക്യൂഷന്റെ വാദമാണ്. 10 ദിവസം കൊണ്ട് പ്രോസിക്യൂഷന്റെ വാദം പൂർത്തിയാകും. പിന്നീട് വിധി പറയാനായി മാറ്റിവെക്കും. ഒരു 2 മാസത്തിനപ്പുറത്തേക്ക് ഒരുപക്ഷെ നടിയാക്രമിച്ച കേസിന്റെ വിധി പ്രസ്താവം ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതിനിടയിലാണ് പ്രധാനപ്പെട്ട പൾസർ സുനിയുടെ വെളിപ്പെടുത്തൽ, റിപ്പോർട്ടിലൂടെ പുറത്തു വന്ന ആ വെളിപ്പെടുത്തൽ, അത് തെളിവാക്കാനുള്ള ആലോചന പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇത് ദൃശ്യങ്ങൾ ഉൾപ്പെടെ കോടതിയിൽ സമർപ്പിക്കുമെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. നേരത്തെ ജാമ്യവ്യവസ്ഥ പൾസർ സുനി ലംഘിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ച് എറണാകുളം റൂറൽ പോലീസ് അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് കൈമാറിയിരുന്നു. ഈ റിപ്പോർട്ട് അടക്കം പരിശോധിച്ചുകൊണ്ട് കോടതിയിൽ പ്രോസിക്യൂഷൻ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ട് ഈ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട്. ഇതിനൊപ്പം ദൃശ്യങ്ങളും റിപ്പോർട്ടർ TV സംപ്രേഷണം ചെയ്ത പൾസർ സുനിയുടെ വെളിപ്പെടുത്തലിന്റെ ദൃശ്യങ്ങളടക്കം വെക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൽ പ്രധാനമായും ഈ നടിയാക്രമിച്ച കേസിൽ കൊട്ടേഷൻ നൽകിയത് ദിലീപാണെന്നും അത് 1.5 കോടി രൂപയുടെ കൊട്ടേഷനാണെന്ന് വെളിപ്പെടുത്തലുണ്ട്. അത് പ്രോസിക്യൂഷൻ ഏറെ സഹായകരമാണെന്ന വിലയിരുത്തലാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് തെളിവാക്കി മാറ്റാനുള്ള നീക്കം പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. സ്മൃതി. ശരി, റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.